നമ്മൾ ആദ്യം വേനൽ മഴയിലേക്ക് പോവുകയാണ്. ഒരു പക്ഷേ കനത്ത ചൂടിന് ആശ്വാസം എന്നോണമാണ് വേനൽ മഴ എത്തിയത്. പാലക്കാട് അട്ടപ്പാടിയിൽ ഇപ്പോൾ കനത്ത മഴയെ തുടർന്ന് ഓട്ടോറിക്ഷയ്ക്ക് മുകളിലേക്ക് ഒരു മരം വീണ് അവിടെ ഒരു യുവതി മരിച്ചിരിക്കുന്നു. കൽക്കണ്ടി സ്വദേശി സോണിയയാണ് മരിച്ചിരിക്കുന്നത്. ചെമ്മണ്ണൂരിൽ വെച്ചായിരുന്നു അപകടം. ഇടുക്കി ജില്ലയിൽ മരങ്ങൾ വീണ് വൈദ്യുതി പോസ്റ്റുകൾ തകർന്നു. തൊടുപുഴയിൽ ശക്തമായ കാറ്റിൽ ഗോഡൌണിന്റെ മേൽക്കുര പറന്നുപോയി. കോഴിക്കോട് മലയോര മേഖലയിൽ കനത്ത മഴ പെയ്തിട്ടുണ്ട്. ഇപ്പോൾ നേരിയ ഒരു ശമനമുണ്ട്. ടി അനീസലി ചേരുകയാണ് വിവരങ്ങളുമായി. കോഴിക്കോട്ടെയും പാലക്കാട്ടെയും വിവരങ്ങൾ ടി അനീസലി നൽകും. ഒപ്പം തന്നെ മുഹമ്മദ് ആഷിഖ് ഇടുക്കിയിൽ നിന്ന്. ആദ്യം അനീസലിയിലേക്ക്. അനീസ്, അട്ടപ്പാടിയിലുണ്ടായിരിക്കുന്ന അപകടം, അവിടെ സോണിയ എന്ന് പറയുന്ന ഒരു യുവതി നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഓട്ടോയ്ക്ക് മുകളിലേക്ക് ഒരു മരം വീണ് അപകടത്തിൽ മരിച്ചിരിക്കുന്നു. മറ്റെന്തൊക്കെ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്? ഒപ്പം തന്നെ കോഴിക്കോട്ടെ മലയോര മേഖലകളിൽ ഇപ്പോൾ മഴയ്ക്ക് കുറവുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ് അനീസലി? മഹേഷ്, സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെട്ടിരുന്ന ജില്ലയിലാണ് പാലക്കാട്. ഒരു വേനൽ മഴ ലഭിച്ചത് വലിയ ആശ്വാസമായിരുന്നു. പക്ഷെ അല്പസമയത്തിനകം തന്നെ അത് വലിയ വേദനയിലേക്ക് വഴിമാറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ചിന്നപ്പറമ്പ് സ്വദേശി 42-കാരിയായ സോണിയ മരിച്ചിരിക്കുന്നു. ഓട്ടോറിക്ഷയുടെ മുകളിലേക്ക് മരം കടപുഴകി വീണാണ് അപകടമുണ്ടായത്. ഇതോടുകൂടി ആ ഒരു വലിയ ആശ്വാസം എന്നത് ഒരു വലിയ പ്രയാസത്തിലേക്ക് വഴിമാറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എന്തായാലും കനത്ത മഴയാണ് ഈ മേഖലയിലെല്ലാം ഉണ്ടായിട്ടുള്ളത്. പാലക്കാട് അട്ടപ്പാടിയിലും പാലക്കാടിന്റെ പല മേഖലകളിലും കനത്ത മഴ രേഖപ്പെടുത്തി. നാശനഷ്ടങ്ങളും ഇതുപോലെ തന്നെയുണ്ട്. കാറ്റിലും മഴയിലും കല്ലടക്ക് തൃപ്പനോട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലേക്ക് മരം പൊട്ടി വീണു. കൂറ്റൻ ആൽമരമാണ് പൊട്ടി വീണത്. അതുപോലെ തന്നെ കാറ്റിൽ പലയിടങ്ങളിലും വൈദ്യുതി തടസ്സപ്പെട്ടു. വൈദ്യുതി ലൈനിലേക്ക് മരം പൊട്ടി വീണൊക്കെയാണ് വൈദ്യുതി തടസ്സപ്പെട്ട് പല സ്ഥലത്തും ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. ഈ രൂപത്തിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായതിൽ പക്ഷേ ഒരാളുടെ ജീവൻ നഷ്ടമായി എന്നതാണ്, സോണിയ എന്ന് പറയുന്ന യുവതിയുടെ ജീവൻ നഷ്ടമായി എന്നതാണ് ഏറ്റവും വലിയ നൊമ്പരമായിരിക്കുന്നത്. കോഴിക്കോട് ജില്ലയിലേക്ക് വരികയാണെങ്കിൽ കോഴിക്കോട് ജില്ലയിൽ സാമാന്യം ഭേദപ്പെട്ട നിലയിൽ എല്ലായിടത്തും മഴ പെയ്തു. അതേസമയം കോഴിക്കോട് കിഴക്കൻ മലയോര മേഖലകളിൽ അതിശക്തമായ മഴ, അതായത് 3/4 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന മഴയാണ്. കാരശ്ശേരി, ഓമശ്ശേരി, അതുപോലത്തെ താമരശ്ശേരി, മുക്കം തുടങ്ങിയ മേഖലകളിലെല്ലാം തന്നെ, കൊടിയത്തൂർ മേഖലകളിലൊക്കെ കനത്ത മഴയാണ്. അത് അരമണിക്കൂറിനും 3/4 മണിക്കൂറിനും ഇടയിലുള്ള സമയത്തോളം വലിയ കനത്ത മഴയും കാറ്റും ഇടിയും ഇടിമിന്നലും ഒക്കെ ഉള്ള വലിയ മഴ, ഒരു വർഷക്കാല പ്രതീതി ജനിപ്പിക്കുന്ന തരത്തിൽ തന്നെയാണ് മഴ പെയ്തത്. കാഷ്വാലിറ്റീസ് നമ്മൾ ഈ പറയുന്ന രൂപത്തിൽ വലിയ അപകടങ്ങളൊന്നും. ശരി, കോഴിക്കോട് കനത്ത മഴയോടൊപ്പം തന്നെ പാലക്കാട്ടെ അപകട വാർത്തയുമാണ് ടി അനീസലി പങ്കുവച്ചത്. ഇപ്പോൾ